ഇപ്പോൾ സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു ടി ബാബു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അനന്തിക. ഞാനും വിഎസിന്റെ സ്മൃതി മണ്ഡപത്തിന് മുമ്പിലാണ് ഉള്ളത്. അനന്തിക, എപ്പോഴാണ് അനുസ്മരണ പരിപാടികളൊക്കെ ആരംഭിക്കുക? അവിടേക്ക് നിരവധി പേർ വരുന്നുണ്ട് ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ. അതൊക്കെ തന്നെയാണ് നമ്മളെ വിഎസിന്റെ ഓർമ്മകളെ നിലനിർത്തുന്നതും. ആ ഓർമ്മകൾ ഇന്നും ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഉണ്ട് എന്നതിനുള്ള തെളിവാണ് ഇന്ന് പല ദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ അങ്ങോട്ടേക്ക് അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. തീർച്ചയായിട്ടും അവന്തിക, വലിയ ചുടുകാട്ടിലേക്ക് രാവിലെ തന്നെ ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള, സംസ്ഥാനത്തുനിന്ന് വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളാണ് രാവിലെ തന്നെ എത്തി വിഎസിന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പൂക്കളർപ്പിക്കുന്നത്. വലിയ ചുടുകാട്ടിലാണ് ഇത്. നമുക്കറിയാം വിഎസിന്റെ ഓർമ്മകൾ നിലനിൽക്കുകയാണ്. പുന്നപ്ര രക്തസാക്ഷികളുടെ സമീപത്തായി തന്നെയാണ് വിഎസും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമുക്കറിയാം വലിയ യാത്രയയപ്പാണ് വിഎസ് അച്യുതാനന്ദന് ഈ സ്ഥലത്ത് നൽകിയതാണ്. ഇന്നും ആളുകളുടെ മനസ്സിൽ വിഎസ് ജീവിക്കുന്നു. അല്പസമയം മുമ്പ് കെ ശൈലജ ടീച്ചർ ഓർമ്മിപ്പിച്ച പോലെ, അല്ലെങ്കിൽ ടീച്ചർ സൂചിപ്പിച്ച പോലെ, കേരളത്തിലെ ഏത് വിഷയം ഉണ്ടെങ്കിലും ജനങ്ങൾക്കൊപ്പം നിന്ന സമരനായകനായിരുന്നു വിഎസ് അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരനായകൻ കൂടിയാണ് വിഎസ്. അത്തരത്തിൽ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതകാലം മൊത്തം പാർട്ടി വേണ്ടി മാത്രമല്ല പൊതുസമൂഹത്തിന് ആകെ പോരാടിയ നേതാവ് കൂടിയായിരുന്നു വിഎസ് അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയധികം ആളുകൾ ഈ രാവിലെ തന്നെ വിഎസിനെ ഓർക്കാനായി എത്തുന്നത്. എങ്ങനെയാണ് നിങ്ങളൊക്കെ വിഎസിനെ ഓർത്തെടുക്കുന്നത്? വിഎസ് നമ്മുടെ എല്ലാം സമുന്നതനായ നേതാവാണ്. വിഎസ് ഞങ്ങളുടെ എല്ലാം വികാരമാണ്. വിഎസ് ഞങ്ങളുടെ എല്ലാവരുടെയും വികാരം. ഞാൻ വിഎസിനെ കുറിച്ച്, വിഎസ് മരിച്ച അന്ന് തന്നെ ആ നിമിഷം ഞാൻ വിഎസിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പാട്ടിറക്കുകയും അത് ജനഹൃദയങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്നലെ തൻ കനൽ വഴികൾ എത്രയോ താണ്ടി നീ വീരേതിഹാസം രചിച്ചു. ഇന്നലെ തൻ കനൽ വഴികൾ എത്രയോ താണ്ടി നീ വീരേതിഹാസം രചിച്ചു. നവകേരളം പിറക്കുവാനീ മണ്ണിൽ, നവകേരളം പിറക്കുവാനീ മണ്ണിൽ ജ്വാലയായി നിൻ തപ്ത നിശ്വാസമേറ്റിന്നു ഉത്തരെത്രയോ ചോന്ന മന്ദാരങ്ങൾ. വാനിൽ ഉദിച്ചൊരാ അമ്പിളിക്കലയിലും പൊന്നരിവാളിൻ തിളക്കം, പൊന്നരിവാളിൻ തിളക്കം. നീട്ടിക്കുറുക്കിയ വാക്കിൻ കരുത്തുകൾ തീജ്വാലയായി പടർന്നു. അന്തിയുറങ്ങാത്ത മണ്ണിന്റെ മക്കളിൽ അവകാശബോധം ജനിച്ചു. തൊട്ടുണർത്തുകീ നാടിൻ്റെ യൗവനം, ചങ്കാണ് ചങ്കിൻ്റെ ചങ്കിടിപ്പാണെൻ്റെ വിഎസ്. കാലമെഴുതി വയ്ക്കും നിതാ ചോരച്ചുവപ്പിൻ്റെ രണ്ടക്ഷരങ്ങൾ. സമരപഥങ്ങളിൽ സൂര്യനായി തീർന്നൊരീ നിന്റെ നാമം, സൂര്യനായി തീർന്നൊരീ നിന്റെ നാമം. അതാണ് ആളുകൾക്ക് വിഎസ് എന്ന രണ്ടക്ഷരം വലിയ സമര പോരാട്ടങ്ങളുടെ വാക്കുകൾ കൂടിയാണ് വിഎസിന്റെ ജീവിതം. നമുക്കറിയാം, സാധാരണക്കാർക്ക് വേണ്ടി പാവങ്ങളുടെ പടത്തലവനായിരുന്നു വിഎസ് അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെയാകാം ഈ രാവിലെ തന്നെ ധാരാളം ആളുകളാണ് എത്തുന്നത്. സാധാരണക്കാർ ഉൾപ്പെടെ എത്തി വിഎസിന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച കാണാം. അല്പസമയത്തിനുള്ളിൽ തന്നെ വലിയ ചുടുകാടിൽ പതാക ഉയർത്തും. അതിനുശേഷം അനുസ്മരണ സമ്മേളനം CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷ് നിർവഹിക്കും. പിന്നെ വൈകിട്ട് 5:30 തന്നെ പ്രതിപക്ഷ നേതാവും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായിരിക്കുന്ന പിണറായി വിജയൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഈ ഘട്ടത്തിലൊക്കെ തന്നെ പുന്നപ്രയിലെയും വയലാറിലെയും ആലപ്പുഴയിലെ മാത്രമല്ല സംസ്ഥാനത്തുടനീളമുള്ള പാർട്ടി പ്രവർത്തകരും ഈ സ്ഥലത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. വിഎസിന്റെ അനുസ്മരണ സമ്മേളനത്തിലും അതുപോലെ പൊതുസമ്മേളനത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നമുക്ക് നിൽക്കുന്ന ആളുകളോടൊക്കെ ചോദിക്കണം, വിഎസിനെ എങ്ങനെയാണ് ഇപ്പോഴും നിങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്? ഒരു വർഷം കഴിഞ്ഞ് വിഎസിന്റെ ഓർമ്മയായിട്ട് വിഎസ് ഇപ്പോഴും ജനഹൃദയങ്ങളിൽ തന്നെയാണ്. വിഎസ് എന്നും ജനഹൃദയങ്ങളിലായിരിക്കും. ഈ ഭൂമിയും ജനവും ഉള്ളിടത്തോളം കാലം തന്നെ വിഎസ് ഉണ്ടാവും. വിഎസ് പോരാട്ടത്തിൻ്റെ മാതൃകയാണ്. ജനങ്ങൾക്കൊപ്പം ജീവിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനകീയമായി
ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ ആളാണ് വി എസ്. അതെല്ലാ കാലത്തും സ്മരിക്കപ്പെടും. എല്ലാ കാലത്തും വി എസ് സ്മരിക്കപ്പെടും. പകരം വയ്ക്കാത്ത, പുറം വയ്ക്കാനില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് വി എസ്. തൊഴിലാളി വർഗവുമായി ഇത്രയധികം ഇഴചേർന്ന് ജീവിക്കുകയും അവരുടെ ജീവവായുവായി മാറുകയും ചെയ്തിട്ടുള്ള വി എസ്. ഈ തൊഴിലാളി വർഗം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും നിലനിൽക്കും. തൊഴിലാളി വർഗം നിലനിൽക്കുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും നിലനിൽക്കും. തീർച്ചയായിട്ടും നിലനിൽക്കും. അദ്ദേഹം ഒരിക്കലും മരണപ്പെടുന്നില്ല. ജനഹൃദയങ്ങളിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു ഓർമ്മയാണ് സഖാവ് വി എസ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ചെറുപ്പം മുതൽ അദ്ദേഹം മരിക്കുന്ന കാലഘട്ടം വരെയും സമൂഹത്തിന് വേണ്ടിയിട്ട്, പാവപ്പെട്ടവന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ തന്നെയും ജനഹൃദയങ്ങളിൽ എന്നും ജ്വലിച്ചു നിൽക്കും. വലിയ ചുടുകാട്ടിലേക്ക് കണ്ണൂരിൽ നിന്നും സഖാക്കൾ എത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് എത്തിയിരിക്കും അല്ലേ? കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ പയ്യന്നൂര്, ഇവർ കുഞ്ഞോങ്ങലം ചെറുതാഴം. കണ്ണൂരും പോരാട്ടങ്ങളുടെ നാടാണ്. വലിയ ചുടുകാടിലേക്കാണ് എത്തിക്കുന്നത്. പുന്നപ്പറ രക്തസാക്ഷികളുടെ വർണ്ണ, അതിനോടൊപ്പം തന്നെ വി എസ് അച്യുതാനന്ദമില്ലേ? നേരത്തെ വി എസ് മരിച്ച സമയത്തും നമ്മൾ ഇവിടുന്ന് വാഹനാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അന്നുണ്ടായ ഒരു ആവേശം എന്ന് പറയുന്നത് നമുക്ക് ഇന്നും അത് മനസ്സിലുണ്ടത്രേ. അതുമായി മുന്നോട്ട് പോയാണ്. ഇന്ന് ഈ ആവേശത്തിൽ പങ്കെടുക്കുക എന്നുള്ള നമ്മളെ ഒരാഗ്രഹമായിരുന്നു. അതുമായിട്ടാണ് അവിടെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ചെറുതാഴം ലോക്കൽ. എങ്ങനെയാണ് വി എസിനെ നിങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത്? നമ്മുടെ ജനകീയ നേതാവ്, നമ്മളെ പാർട്ടിയുടെ നമ്മളെപ്പം ബഹുമാനിക്കുന്ന, എപ്പോൾ നമ്മൾ നെഞ്ചിലിപ്പൂലെ ഒരു നേതാവ് തന്നെയാണ് സഖാവ് വി എസ്. മരിക്കാതെ ഓർമ്മ തന്നെ നമുക്ക് എപ്പം. അതാണ് നമുക്ക് കണ്ണൂരിൽ നിന്ന് ഉൾപ്പെടെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വി എസിന്റെ സ്മൃതി മണ്ഡപത്തിലേക്കൊന്ന് വലിയ ചുടുകാടിലേക്ക് എത്തിച്ചേരുകയാണ്. വി എസിനെ എക്കാലവും ആളുകൾ സ്മരിക്കുമെന്ന് തന്നെയാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അവന്തിക.